പകലുമില്ലാതെ അയോധ്യ നിവാസികൾ കാത്തിരുന്നത് ഈ നിമിഷത്തിനായാണ്. രാജ്യമെമ്പാടുമുള്ള രാമഭക്തർ കാത്തിരുന്നത് ഈ നിമിഷത്തിനായാണ്. ഇത് ചരിത്ര നിമിഷമാണ് കടന്നുപോയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതേവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു അസുലഭ നിമിഷമാണ്. ഈ നിമിഷത്തിന് നേതൃത്വം വഹിക്കാൻ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷമായി കർത്തവ്യമായി കാണുന്നു എന്നതാണ് നരേന്ദ്രമോദി ഇന്ന് ഏറ്റവും ഒടുവിൽ ട്വീറ്റ് ചെയ്തത്. ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. श्रीरामचन्द्र कृपाल भज मन हरण भव भयदारुणं श्रीरामचन्द्र कृपाल भज मन हरण भव भयदारुणं नव कंचलोचन कंच मुखगर कंच पदकंजारुणं नव कंचलोचन कंच मुखगर कंच पदकंजारुणं श्रीराम 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 श्रीराम. കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളുടെ കാത്തിരിപ്പാണ് സഫലമായിരിക്കുന്നത്. ആ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അയോധ്യയിൽ ശ്രീരാമ ഭഗവാന്റെ ജന്മസ്ഥലമായ അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീരാമ വിഗ്രഹം പ്രാൺ പ്രതിഷ്ഠയും പൂർത്തിയായിരിക്കുന്നു. ഇനി തീർത്ഥാടകരായ ആളുകൾക്ക് ക്ഷേത്രം തുറന്നു നൽകുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്, ഈ അയോധ്യ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് കൂടിയാണ് പൂർത്തിയായിട്ടുള്ളത്. ഇനി പ്രധാനമായും മറ്റ് നിർമ്മിതികൾ ഉണ്ടാകാം. ഒരുപക്ഷെ ഉപദേവതാ സ്ഥാനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ഇനിയും നിർമ്മാണ പ്രവൃത്തികൾ ഉണ്ടാകാം. അതോടൊപ്പം തന്നെ വിപുലമായൊരു നഗരം ആണ്. 3 നില ക്ഷേത്രത്തിന്റെ ആദ്യ നിലയാണ് പണി പൂർത്തിയായിരിക്കുന്നത്. അതിന്റെ ബാക്കി നിർമ്മാണ പ്രവർത്തികൾ തുടരും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് രാംലല്ല സ്ഥാപിക്കുന്ന പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഗർഭഗൃഹത്തിലെ ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാശിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിതാണ് മുഖ്യ പുരോഹിതൻ. ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന മുഖ്യ പുരോഹിതൻ കാശിയിലെ വേദപണ്ഡിതനായ ലക്ഷ്മികാന്ത് ദീക്ഷിതാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പൂജാകർമ്മങ്ങൾ പുരോഗമിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം പുടവയും പട്ടും വെള്ളി കിരീടവുമായാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. അതിനുശേഷമുള്ള ഓരോ ചടങ്ങുകളായി പൂർത്തീകരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഗർഭഗൃഹത്തിന് പുറത്തേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർണ്ണമായിരിക്കുന്നു. രാമന് ക്ഷേത്രം യാഥാർത്ഥ്യമായിരിക്കുന്നു. അയോധ്യയിൽ രാമൻ പിറന്ന ഭൂമിയിൽ രാമന് ക്ഷേത്രം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ചടങ്ങുകൾ പൂർണ്ണമായിരിക്കുകയാണ്. ചടങ്ങുകൾ തീർന്ന സമയത്ത് ആകാശത്ത് സൈന്യം പുഷ്പവൃഷ്ടി നടത്തി. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ മഹന്ത് നൃത്യ ഗോപാൽ ദാസ് ഉൾപ്പെടെയുള്ളവരെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയാണ്. ശിലാന്യാസത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ. RSS മേധാവി മോഹൻ ഭാഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഗവർണർ ആനന്ദിബെൻ പട്ടേൽ തുടങ്ങിയവരാണ് ചടങ്ങിൽ പങ്കെടുത്ത മറ്റുള്ളവർ. എന്തായാലും അതിഥികൾ ഉൾപ്പെടെയുള്ളവർ പുറത്ത് കാത്തിരിക്കുന്നു. പ്രധാനമന്ത്രി അല്പസമയത്തിനകം പുറത്തേക്കെത്തും. ഇനി പൊതു മീറ്റിംഗ് ആണുള്ളത്. അവിടെ അദ്ദേഹം ക്ഷണിക്കപ്പെട്ട അതിഥികളെയും മറ്റും അഭിസംബോധന ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്, ഇപ്പോൾ ജപിച്ച ചരട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങളിൽ നിന്ന് ജപിച്ച ചരട് കെട്ടിക്കൊടുക്കുക എന്ന ശീലമുണ്ട്, രീതികളുണ്ട്.
രേണുക, എന്തായാലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ എന്തൊക്കെ, അനുഷ്ഠാനങ്ങൾ എന്തൊക്കെ, പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെ, ക്ഷേത്ര ദർശനത്തിന്റെ രീതി എന്തൊക്കെ എന്നതൊക്കെ സംബന്ധിച്ച് ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. രേണു സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിൽ പ്രധാനമന്ത്രി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത് തന്നെ കയ്യിൽ പട്ടും അതോടൊപ്പം തന്നെ കിരീടവും ആയാണ്. അത് വെള്ളിക്കിരീടം ആയിരുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട വഴിപാട് എന്ത് എന്നതൊക്കെ ഇനിയും നമ്മൾ അറിയേണ്ടതുണ്ട്. ഇതുപോലെ ഒരുപക്ഷെ സ്വർണ്ണ കിരീടമായി, വെള്ളിക്കിരീടമായി, മറ്റ് കാണിക്കയൊക്കെ ആയിരിക്കും ഇനി ഭക്തരുടെ ഒരു പ്രവാഹം. ഈ ചടങ്ങിന് നേതൃത്വം നൽകിയ കർമ്മികളെ പ്രധാനമന്ത്രി ആദരിക്കുന്ന ചടങ്ങ് ആണ്. ഈ ചടങ്ങിന് നേതൃത്വം നൽകിയവരെ ആദരിക്കുന്നു അതേ ഗർഭഗൃഹത്തിൽ വെച്ചുകൊണ്ട് തന്നെ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ തരത്തിൽ ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകതയാണിത്. ഇങ്ങനെ വിഗ്രഹത്തിനടുത്തേക്ക് എത്താൻ പറ്റും, നമുക്ക് പുഷ്പങ്ങൾ അർപ്പിക്കാൻ പറ്റും, അവിടെ ഫലമൂലാദികൾ ഉൾപ്പെടെയുള്ളവ ദേവന് സമർപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ കേരളത്തിലൊന്നും അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. ഉത്തരേന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു പ്രതിഷ്ഠയെ വണങ്ങി അവിടെ നിന്ന് ചടങ്ങുകൾ പൂർത്തിയാക്കുന്നതിന്റെ അവസാന ഘട്ടം ആണ് ഇത്. ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. പ്രതിഷ്ഠയെ വണങ്ങി പുറത്തേക്ക് പ്രധാനപ്പെട്ട അതിഥികൾ ഒക്കെ ഇരിക്കുന്ന ഇടത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1 മണിക്കാണ് നേരത്തെ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു പ്രാർത്ഥന, പ്രണാമം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിശ്വാസികളും അവിശ്വാസികളും ഒക്കെയുണ്ട്. വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം എന്നത് പല നിലയിൽ ആണ്, പല രൂപത്തിലും ഭാവത്തിലും ഒക്കെയാണ്. ഉത്തരേന്ത്യയിൽ ഇത്തരം വിശ്വാസങ്ങൾക്ക് കൂടുതൽ ആഴമുണ്ട്. കേരളത്തിലടക്കം ഇങ്ങനെ സാഷ്ടാംഗം പ്രണമിക്കുന്ന സാഹചര്യമുണ്ട്. ശിലാന്യാസത്തിനെത്തിയപ്പോഴും പ്രധാനമന്ത്രി ഇതുപോലെ എനിക്ക് തോന്നുന്നു അദ്ദേഹം പാർലമെന്റിലേക്ക് പ്രവേശിച്ചപ്പോഴും സാഷ്ടാംഗം പ്രണമിച്ചു. അതാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്, ഇതൊരു ജീവിത സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നുള്ളത്. ഹൈന്ദവർ എന്ന ഒരു ജാതി മതം എന്നതിനപ്പുറത്ത് ഭാരതഭൂമിയിൽ ജീവിച്ചിരുന്നവരുടെ ഒരു സംസ്കാരം ആണ്. ആ സംസ്കാരത്തിന്റെ പ്രതീകമാണ് ബഹുമാനിക്കുക, ആദരിക്കുക, പ്രണമിക്കുക എന്നതെല്ലാം ഒരു ജീവിത പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാനാജാതി മതസ്ഥർ ആയിട്ടുള്ളവർ ഈ ചടങ്ങിനെ പിന്തുണയ്ക്കുകയും ഇതിന്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്തത്. നമ്മൾ നേരത്തെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെ പങ്കെടുക്കുന്നത് കണ്ടതാണ് പ്രാർത്ഥനാ ചടങ്ങിൽ. അത്തരത്തിൽ നിരവധി ആളുകൾ ആണ്, നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ആണ് ഈ ചടങ്ങിന് നേരിട്ട് അതിഥികളായി എത്തിയിട്ടുള്ളത്. ഇപ്പോൾ പ്രസാദമടക്കം ഈ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പ്രസാദമാണ് നൽകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിനും രേണുക, അതും നമുക്ക് അറിയേണ്ടതുണ്ട്, എന്ത് പ്രസാദമാണ്. സത്യേന്ദ്രദാസ് ഉൾപ്പെടെയുള്ളവരാണ് അതിന് നേതൃത്വം നൽകുന്നത്. ആചാര്യ സത്യേന്ദ്രദാസിനെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആനന്ദിബെൻ പട്ടേൽ ഉൾപ്പെടെയുള്ളവർ ആ തീർത്ഥമൊക്കെ സ്വീകരിക്കുന്നു. പ്രധാനമന്ത്രിയാണ് ആദ്യം തീർത്ഥം നേരത്തെ സ്വീകരിച്ചത്. എന്തായാലും അദ്ദേഹം പട്ടും ഒപ്പം തന്നെ വെള്ളിക്കിരീടവുമാണ് ക്ഷേത്രത്തിൽ സമർപ്പിച്ചത്. ഫലങ്ങൾ അടക്കമാണ് അദ്ദേഹം ക്ഷേത്രത്തിൽ സമർപ്പിച്ചത്. അതിനുശേഷം ഇപ്പോൾ ചടങ്ങുകൾ പൂർത്തിയാകുന്നു. പ്രസാദത്തിന്റെ ഒരു സ്വഭാവം എന്ത് എന്നതും ഒക്കെ വരും മണിക്കൂറുകളിലായിരിക്കും വ്യക്തമാവുക. കാരണം ചടങ്ങുകൾ പൂർത്തിയാക്കി, പ്രാണപ്രതിഷ്ഠ പൂർത്തിയാക്കി അദ്ദേഹം ഗർഭഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ് പ്രധാനമന്ത്രി. അല്പസമയത്തിനകം തന്നെ 8000-ഓളം വരുന്ന അതിഥികൾ, അതിൽ 500-ഓളം വരുന്ന അതിവിശിഷ്ട അതിഥികൾ, അവർക്ക് മുന്നിലേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ്. ഇനി പൊതുസമ്മേളനം, പൊതു മീറ്റിംഗ് ആണ് നടക്കുന്നത്. അതിൽ പ്രധാനമന്ത്രി ഇവരെ എല്ലാം അഭിസംബോധന ചെയ്യും എന്നാണ് കരുതുന്നത്. ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ, അതിന്റെ ഉൾഭാഗം, നേരത്തെ ചില ചിത്രങ്ങളിലും ദൃശ്യങ്ങളും പുറത്തു വന്നെങ്കിൽ പോലും ഇപ്പോൾ കൂടുതലായിട്ടുള്ള ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നു. രാംലല്ല മിഴി തുറന്നിരിക്കുന്നു. ഇനി അനുഗ്രഹം തേടി തീർത്ഥാടകരുടെ ഒഴുക്ക്.